വെയ്ഫെയർ ഫിലിംസിന്റെ ഒരു ഭാഗമായിട്ട് കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ വീട്ടിൽ ഇതേപോലെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതില് അച്ഛൻ സ്പിയറിന്റെ അതേപോലെ വടിയിടാനെ എല്ലാ സംഭവത്തിന്റെയും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഡോം എനിക്ക് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ഡോം എനിക്കൊരു ഇമോഷണൽ സീൻ വന്നപ്പോൾ ഡോം ആ സമയത്തേക്ക് വളരെ ഉപകാരപ്പെട്ടു. എനിക്ക് ആ സമയത്ത് ഡോമാണ് സപ്പോർട്ടീവായിട്ട് നിന്നത്. പിന്നെ ഈ എല്ലാ ക്രൂസും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഇഞ്ചറി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ എനിക്ക് എല്ലാവരും ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യും. അതേപോലെ ഫുഡിന്റെ കാര്യത്തിലായാലും എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങള് ഇപ്പൊ എന്തേലും ഇപ്പോ ജസ്റ്റ് ക്ഷീണാവ് എന്തേലും ഉണ്ടാവില്ല, എന്നാലും ഉണ്ടാവാണെങ്കിൽ എനിക്ക് അപ്പൊ വെള്ളം തരാ, അങ്ങനെ എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ആരും ഇതുവരെ എതിരേക്കൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പൊ നല്ല നന്ദിയുണ്ട് ഇങ്ങനെ ഒരു സിനിമയിൽ പങ്കെടുക്കാൻ തോന്നുന്നു. പിന്നെ എനിക്ക് വിവേക് ആഷ്ലി എന്ന് പറഞ്ഞ അങ്കിള് വഴിയാണ് എനിക്ക് അച്ഛനോട് ചോദിച്ചു എൻ്റെ വീഡിയോസ്, ഫൈറ്റിന്റെ വീഡിയോസ് അതൊക്കെ അയച്ചു ചോദിച്ചു. അപ്പൊ അച്ഛൻ അയച്ചു കൊടുത്തപ്പോ എന്നെ അങ്ങനെയാണ് ഓഡീഷനിൽ എത്തിയത്. ഇത് ഷോർട്ട് ഫിലിം 2 2 ഫിലിമാണ്. 2 ഷോർട്ട് ഫിലിം 2 ഫിലിം, ഇത് 3ാമത്തെ. ലോകയില് സൂപ്പർ ആയിരുന്നു, നല്ല എക്സലന്റ് ആയിരുന്നു. പിന്നെ വെയ്ഫെയർ ഫിലിംസിൽ തന്നെ കിട്ടിയത് പങ്കെടുത്തത് വലിയൊരു ഭാഗ്യമാണ്. പിന്നെ അവിടെയുള്ള എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അതിൻ്റെ ഇടയിലേക്ക് ചെറിയൊരു ഇഞ്ചറി പറ്റിയിട്ടുണ്ടായിരുന്നു. അതില് ചെറുതായിട്ട് മുട്ടിന്റെ ജോയിന്റ് അവിടെ ആയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോ അന്ന് എല്ലാവരും ചെയ്യേണ്ട കുഴപ്പമില്ല, അന്നത്തെ ഒരു ദിവസം റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെ. അത് കഴിഞ്ഞിട്ട് ഞാന് കുറച്ചേരം അച്ഛനെ നടപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു ഒന്ന് അച്ഛൻ കുറച്ചധികം നേരം ഒന്ന് ഒഴിഞ്ഞു വന്നു, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിഞ്ഞു വന്നു. നീരുണ്ടായിരുന്നു, എന്നിട്ട് ഞാന് അവര് ഇത്ര കഷ്ടപ്പെട്ടിട്ട് ചെയ്യണതല്ലേ, അപ്പൊ ഞാന് അന്നത്തെ ദിവസം വെറുതെ വേസ്റ്റ് ആക്കണ്ട വെച്ചിട്ട് അന്ന് ഞാനത് വെച്ച് ചെയ്തു. പെയിൻ ഉണ്ടെങ്കിലും ചെയ്തു. നീരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം രാത്രി അച്ഛനും അമ്മയൊക്കെ കൂടിയിട്ട് പതുക്കെ ആയുർവേദിക് മരുന്ന് വെച്ച് ഉഴിയലായിരുന്നു. പതുക്കനെ ഒഴിഞ്ഞ് ഇങ്ങനെ മാറ്റി. നീരൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. അവിടെയുള്ള എല്ലാവരും സപ്പോർട്ടായിരുന്നു. പ്രത്യേകിച്ച് ഡോം സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ അതേപോലെ അസിസ്റ്റന്റ് ഡയറക്ടർ, മേക്കപ്പ് ആർട്ടിസ്റ്റ്, പിന്നെ അങ്ങനെ എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഫൈറ്റിന്റെ റോപ്പുമ്മയായിരുന്നു. അത് കുഴപ്പമില്ലാതെ എനിക്ക് റോപ്പുമ്മ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം റോപ്പുമ്മൊക്കെ പൊന്തിക്കുമ്പോ ഒരു 10-20 അടിയൊക്കെ പൊന്തിക്കും. അപ്പോ വേണമെങ്കിൽ ഇതിൽ ചേർന്നാ മതി, കാരണം അത് കുറച്ച് ഹൈറ്റിലൊക്കെ പൊന്തിക്കും. എനിക്ക് താല്പര്യം ചേർന്നാ മതി എന്ന് പറഞ്ഞത്. പിന്നെ അച്ഛൻ സ്റ്റണ്ടും കൊറിയോഗ്രാഫി ഒക്കെ ചെയ്യുന്ന ആളാണ്. ജയ് ഹേയില് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇന്ത്യൻ 2-ലൊക്കെ ഉണ്ട്. അച്ഛൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, മൈക്ക് എന്ന് പറഞ്ഞിട്ട്, ആള് ഫോറിനാണ്. പിന്നെ ജയ് ഹേയില് ദർശന ചേച്ചിക്കൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് അച്ഛൻ. പിന്നെ ഞങ്ങള് വീട്ടിൽ തന്നെ എല്ലാ കൊറിയോഗ്രാഫി ഇതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കും ഏട്ടനും ആക്ടിങ് ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ അച്ഛൻ ഞങ്ങളുടെ എല്ലാവരും ട്രെയിനറാണ്.